ഹലോ, നമുക്കിന്ന് സിമ്പിളായിട്ടൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. ഈ കറി വയ്ക്കുമ്പോൾ എനിക്കില്ലേ, ഞാൻ ആദ്യം കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ആദ്യമായിട്ട് പച്ചക്കറിയിൽ വെച്ച് കൊടുത്തത് ഈ വെണ്ടയ്ക്ക ഉണ്ടാകും. എനിക്ക് ഈ വെജൊന്നും വെക്കാൻ വലുതായിട്ട് ധാരണയില്ലായിരുന്നു. നോൺ വെജ് കുഴപ്പമില്ലാണ്ട് വെക്കുമായിരുന്നു കേട്ടോ. ഞാൻ വെണ്ടയ്ക്കക്കറി വെച്ച് കൊടുത്തു, കറിയല്ല മെഴുക്കുവരട്ടി വെച്ച് കൊടുത്തു. നല്ല അത്ര ഫ്ലോപ്പായിരുന്നു. പക്ഷെ എൻ്റെ കെട്ടിനൊന്നും പറഞ്ഞില്ല കേട്ടോ. പുള്ളി വിചാരിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും പറഞ്ഞാൽ ഇവള് ഭക്ഷണമുണ്ടാക്കി തരില്ലേ എന്ന് വിചാരിച്ചിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയടുത്തും അങ്ങനെ കുറച്ച് നമുക്കറിയുന്നവരത്തൊക്കെ ചോദിച്ചിട്ട് ഓരോ കറികൾ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം അതൊക്കെ മാറ്റിക്കട്ടെ. നമ്മുടെ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ വെണ്ടയ്ക്ക ഇടുക. അത് നന്നായിട്ട് വേണ്ടി വരുമ്പോഴേക്കും നമ്മുടെ ഒരു വലിയ സവാളില്ലേ, അത് നന്നായിട്ട് ചെറുതാക്കി വരുന്നു. എന്നിട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വേണ്ടി വരുമ്പോഴേക്കും 2 പച്ചമുളകില്ലേ, അത് കയറിയിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വേണ്ടി വരുമ്പോഴേക്കും നമ്മുടെ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഉണ്ടങ്ങനെ കൊടുത്തിട്ട് അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഈ കല്യാണം കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്തവർക്കില്ലേ, അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എനിക്കും അറിയില്ലായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.